നമ്മളിന്ന് എൻജിനീയറിംഗ് പ്രൊഫഷണൽ എത്തിക്സിൻ്റെ മൊഡ്യൂൾ 2 ആണ് നോക്കുന്നത്. അതിൻ്റെ പേര് എൻജിനീയറിംഗ് എത്തിക്സ് ആൻഡ് പ്രൊഫഷണലിസം. അപ്പോൾ ഏറ്റവും കൂടുതലും ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടൈപ്സ് ഓഫ് ഇൻക്വയറി, തിയറീസ് 2 പഠിക്കാനുണ്ട്. പ്രൊഫഷണലിസം അതിനെപ്പറ്റി പഠിക്കണം. പ്രൊഫഷണൽ റോൾസ് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് മെയിനായിട്ടും. അപ്പോൾ ഫസ്റ്റ് എൻജിനീയറിംഗ് എത്തിക്സ് ഇൻ ദ ആക്ടിവിറ്റി ആൻഡ് ഡിസിപ്ലിൻ എയിം അറ്റ്. Engineering ethics is the study of decisions, policies, and values that are morally desirable in engineering practice and research. എൻജിനീയറിംഗ് എത്തിക്സ് എന്ന് പറയുന്നത് ഡിസിഷനും എടുക്കാനും ഓരോ പോളിസീസ്, വാല്യൂസ് അതെല്ലാം പ്രാക്ടീസ് ചെയ്ത് അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ നേരത്തെ ഉള്ള മൊഡ്യൂളിൽ പറഞ്ഞതായിരുന്നു. എത്തിക്സ് ആർ ദ പ്രിൻസിപ്പിൾസ് ഫോളോഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ മോറൽ റെസ്പോൺസിബിലിറ്റി ദാറ്റ് എ പേഴ്സൺ ഫീൽസ്. ദ സ്റ്റഡി ഓഫ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് അബൌട്ട് മോറൽ ideals, character, policies, and relationships of people and organizations involved in the technological activity can be termed as engineering ethics. Engineering ethics aim ചെയ്യുന്നത് അണ്ടർസ്റ്റാൻഡിങ് മോറൽ വാല്യൂസ്, റിസോൾവിങ് മോറൽ ഇഷ്യൂസ്, ജസ്റ്റിഫൈങ് ദ മോറൽ ജഡ്ജ്മെൻറ്റ്സ്. ഇതാണ് മെയിനായിട്ടും എൻജിനീയറിംഗ് എത്തിക്സ് എയിം ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മൾ മോറൽ വാല്യൂസ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അത് റിസോൾവ് ചെയ്യാൻ ശ്രമിക്കുക, അത് ജസ്റ്റിഫൈ ചെയ്ത് അതിൻ്റെ മോറൽ പ്രോബ്ലംസിനെ ജസ്റ്റിഫൈ ചെയ്ത് സോൾവ് ആക്കാൻ നോക്കുക. ഇതൊക്കെയാണ് കൂടുതലും എൻജിനീയറിംഗ് എത്തിക്സ്. അതിൻ്റെ സ്കോപ്പ് ആൻഡ് അപ്രോച്ച് എന്ന് പറയുന്നത്, സ്കോപ്പ് എന്ന് പറയുന്നത് എത്തിക്സ് ഓഫ് a workplace involving core workers, ethics related to the product or work, that are scope. അപ്രോച്ച് എന്ന് പറയുമ്പോൾ 2 രീതിയിൽ നമുക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാം. മൈക്രോ എത്തിക്സും മാക്രോ എത്തിക്സും. ഫസ്റ്റ് പറഞ്ഞ എൻജിനീയറിംഗ് എത്തിക്സ് ഓഫ് വർക്ക് പ്ലേസ് എന്ന് പറയുമ്പോൾ കോവർക്കേഴ്സും എംപ്ലോയീസ് ഒരു എവിടെയാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെയാണ് സ്കോപ്പ് എന്ന് പറയുന്നത്. അപ്രോച്ചസ് പറയുന്നത് 2 അപ്രോച്ചസാണ് മെയിനായിട്ടുള്ളത്, മൈക്രോ എത്തിക്സ് ആൻഡ് മാക്രോ എത്തിക്സ്. മൈക്രോ എത്തിക്സ് എന്ന് പറയുന്നത് കൂടുതലും ഡീൽ ചെയ്യുന്നത് ഡിസിഷൻസ്, പ്രോബ്ലംസ് ഓരോ ഇൻഡിവിജ്വലായിട്ടും പ്രൊഫഷണലായിട്ടും കമ്പനീസായിട്ടും വരുന്ന ഡിസിഷൻസും പ്രോബ്ലംസിനെ ഡീൽ ചെയ്യുന്നതിനെയാണ് മൈക്രോ എത്തിക്സ് എന്ന് പറയുന്നത്. മാക്രോ എത്തിക്സ് എന്ന് പറയുന്നത് അത് ഡീൽ ചെയ്യുന്നത് സൊസൈറ്റൽ പ്രോബ്ലംസ്, ഒരു റീജിയണൽ അല്ലെങ്കിൽ ഒരു നാഷണൽ ലെവലിൽ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഇപ്പോൾ ഒരു ഗ്ലോബൽ വാർമിംഗ്, ഗ്ലോബൽ ഇഷ്യൂസ് എന്തെങ്കിലും വന്നാൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ പെട്രോളിന് വില കൂടി അതിൻ്റെത്, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഈ മാക്രോ എത്തിക്സിൽ പെടുന്നത്. വലിയ സംഭവമാണ്. സെൻസസ്. അടുത്തത് സെൻസസ് ഓഫ് എൻജിനീയറിംഗ് എത്തിക്സ്. സെൻസസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ടും നോർമേറ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് സെൻസ് ഉണ്ട്. ഫസ്റ്റ് നമുക്ക് നോർമേറ്റീവ് സെൻസ് ആണ്. നോർമേറ്റീവ് സെൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ആക്ടിവിറ്റി ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ മോറൽ വാല്യൂസ്, ഫൈൻഡിങ് ആക്യുറേറ്റ് സൊല്യൂഷൻ ടു ദ മോറൽ പ്രോബ്ലംസ് ആൻഡ് ജസ്റ്റിഫൈങ് ദ മോറൽ ജഡ്ജ്മെൻറ്റ് ഇൻ ദ എൻജിനീയറിംഗ് പ്രാക്ടീസ്. ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മളൊരു മോറൽ വാല്യൂസ്, അതിൽ നിന്നും ഒരു കാര്യത്തിലുള്ളൊരു മോറൽ വാല്യൂസ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് അത് അവിടെ അപ്ലൈ ചെയ്യുന്നതിനെയാണ് നോർമേറ്റീവ് സെൻസ് എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് മോറലി ഡിസൈറബിൾ ഡിസിഷൻസ്, പോളിസീസ് ആൻഡ് വാല്യൂസ്. നോയിങ് മോർ വാല്യൂസ്, finding accurate solution to moral problems, study of decisions, policies and values, using codes of ethics and standards and applying them in the transactions by engineering. അപ്പം നോർമേറ്റീവ് സെൻസ് എന്ന് പറയുമ്പോൾ നോയിങ്, സ്റ്റഡി, യൂസിങ്, അതാണ്. അറിയുക, പഠിക്കുക, അത് യൂസ് ചെയ്യുക. ഡിസ്ക്രിപ്റ്റീവ് സെൻസ് ആണ് അടുത്തത്. ഡിസ്ക്രിപ്റ്റീവ് സെൻസ് എന്ന് പറയുമ്പോൾ what specific individual or group of engineers believe and act without justifying their beliefs and actions. നമ്മൾ അവിടെ ഒരു വിശ്വാസം, അവിടെ ഒരു കാര്യങ്ങൾ അത് ചിന്തിക്കാതെ ആ സമയത്ത് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുന്ന. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെഫർ ടു ദ പർട്ടിക്കുലർ സെറ്റ് ഓഫ് ബിലീഫ്സ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഹാബിറ്റാറ്റ്സ് ദാറ്റ് എ പേഴ്സൺ ഓർ ഗ്രൂപ്പ് ഡിസ്പ്ലേയിങ് കൺസേണിങ് മൊറാലിറ്റി, മേ ബി വിത്തൗട്ട് ജസ്റ്റിഫൈങ് ദ ബിലീഫ്സ് ആൻഡ് ആക്ഷൻസ്. അവരുടെ ആക്ഷൻസും ബിലീഫ്സും നോക്കാതെ നമ്മൾ അവിടെ സെറ്റ് ഓഫ് ആക്ഷൻസ് നമ്മൾ നടത്തുന്നതിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് സെൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് വെറൈറ്റി ഓഫ് മോറൽ ഇഷ്യൂസ്. മോറൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ പല രീതിയിൽ നമുക്ക് മോറൽ ഇഷ്യൂസ് ഉണ്ടാകാം. അപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഒരു ഇൻസ്പെക്ടർ ഒരു മെഷീനിലെ ഫോൾട്ടി പാർട്ട് കണ്ടുപിടിച്ചു. അപ്പോൾ അത് ഒരുപാട് നാളായിട്ട് അത് അവിടെ ഇരിക്കുകയാണ്. ആ ഫോൾട്ടി പാർട്ട് അയാൾ കണ്ടു, പക്ഷേ അവരുടെ സുപ്പീരിയർ അതൊരു ചെറിയൊരു മിസ്റ്റേക്ക് ആയിട്ടാണ് എടുത്തത്. പക്ഷേ
അതൊരു വലിയ മിസ്റ്റേക്കായിട്ട് ഇൻസ്പെക്ടർ അതിനെ സൂപ്പർവൈസറിനെ ത്രെറ്റൻ ചെയ്യണം, നിങ്ങൾ ഇത്ര പോലും കെയർലെസ് ആയിട്ടാണല്ലോ നിങ്ങൾ നടക്കുന്നതെന്ന്. ആ ഒരു ഒരു എക്സാമ്പിളാണ്. അടുത്തൊരു എക്സാമ്പിൾ നമ്മളുടെ കാര്യത്തിൽ പറയാം. നമ്മളിപ്പം അടുത്തിരിക്കുന്ന അവന് അസൈൻമെൻറ്റ് എഴുതുവാണെങ്കിൽ നമ്മൾ എഴുതിയേക്കുന്നത് തന്നെ ആയിരിക്കും നമ്മളുടെ ഫ്രണ്ട്സും ഇപ്പം ഓൺലൈൻ ആകുമ്പം പറയേണ്ട കാര്യമില്ല കോപ്പി ചെയ്യുന്നത്. അപ്പം അതൊക്കെ ഒരു മോറൽ ഇഷ്യൂസായിട്ട് നമുക്ക് എടുക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വെറൈറ്റി ഓഫ് മോറൽ ഇഷ്യൂസിൽ ഫസ്റ്റ് 3 റീസൺസ് ആണ് മെയിൻലി ഉള്ളത്. അതിലെ ഫസ്റ്റത്തെ റിസോഴ്സ് ക്രഞ്ചാണ്. അത് കൂടുതലും ഡ്യൂ ടു ദ പ്രഷർ ത്രൂ ടൈം ലിമിറ്റ്സ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് മണി ആൻഡ് ടെക്നോളജി ഡീകെ ആണ് മെയിനായിട്ടും ഇതിനുള്ള കാരണം എന്ന് പറയുന്നത്. സമയത്തിൻ്റെ കുറവ്, മണിയുടെ ലഭ്യത കുറവ്, പ്രഷർ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട്. പ്രഷർ എന്ന് പറയുമ്പോൾ പ്രഷർ ഫ്രം ദ ഗവൺമെൻറ് ടു കംപ്ലീറ്റ് ദ പ്രോജക്റ്റ് ഇൻ ടൈം. കറക്റ്റ് ടൈമിൽ പ്രോജക്റ്റ് കറക്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം എന്ന് ഗവൺമെൻറ് പറയുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം ബഡ്ജറ്റിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കുറവ് വന്നു, ഇപ്പോൾ ഒരു സഡൻ വാർ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ കലാമിറ്റി, ഇപ്പം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമുക്കിപ്പോൾ ഒരു ഉരുള് പൊട്ടി, അപ്പം ഓരോ വീടിന് 10 ലക്ഷം രൂപ വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്നുള്ളൊരു സഡൻ ആയിട്ടുള്ള കാര്യം വരുമ്പം ബഡ്ജറ്റിൽ അവിടെ റിഡക്ഷൻ സംഭവിക്കും. അപ്പോൾ അതൊക്കെയാണ് റിസോഴ്സ് ക്രഞ്ചിൽ പെടുന്നത്. അടുത്തത് ഓപ്പർച്യൂണിറ്റിയാണ്. ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ അതിൽ 4ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഡബിൾ സ്റ്റാൻഡേർഡ്, മാനേജ്മെൻറ്റ്, എംഫസിസ് ഓൺ ദ റിസൾട്ട് ആൻഡ് ഗെയിൻ, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ബിഹേവിയർ ഓഫ് എംപ്ലോയേഴ്സ് ടുവേർഡ്സ് ദ എംപ്ലോയി ആൻഡ് ദ പബ്ലിക്. ഒരു എംപ്ലോയേഴ്സിൻ്റെ ബിഹേവിയർ അവരുടെ തൊട്ട് താഴെയുള്ള എംപ്ലോയീസിനോടും മറ്റ് പബ്ലിക്കിനോടും ഉള്ള അതാണ് അവരുടെ ബിഹേവിയർ ആണ്. മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ് പ്രൊജക്റ്റിംഗ് ദർ ഓൺ ഇൻട്രസ്റ്റ് മോർ ദാൻ ദാറ്റ് ഓഫ് ദർ എംപ്ലോയീസ്. സം ഓർഗനൈസേഷൻസ് ഓവർ എംഫസൈസ് ഷോർട്ട് ടേം ഗെയിൻസ് ആൻഡ് റിസൾട്ട്സ് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ദംസെൽഫ് ആൻഡ് അതേഴ്സ്. Next, emphasis on result and gain at the expense of employees and management by objectives without focus on empowerment and improvement of the infrastructure. This is best encountered by developing policies that allow conscious keepers and whistleblowers and appointing ombudsmen who can work confidentially with the people to solve unethical problems internally. അടുത്തത് ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഒരു എംപ്ലോയിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അവരുടെ പുവർ ആറ്റിറ്റ്യൂഡ്, അവർക്ക് പുവർ ആറ്റിറ്റ്യൂഡ് ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അപ്പം അവർക്ക് ലോ മോറൽ ആയിരിക്കും, ലോ മോറൽ ഓഫ് എംപ്ലോയീസ് ബിക്കോസ് ഓഫ് ദ ഡിസാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഡൗൺ സൈഡ്. അവരെ ഇങ്ങനെ താഴ്ത്തി പറയുന്നത് കാണുമ്പം അവർക്ക് തന്നെ ഒരു തോന്നത്തില്ല ജോലി ചെയ്യാനും അവിടെ നിൽക്കാനുള്ള അവർക്കൊരു എംപവർമെൻറ്റ് അവർക്ക് ഉണ്ടാകത്തില്ല. അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ആബ്സെൻസ് ഓഫ് ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം അല്ലെങ്കിൽ സിസ്റ്റം. നെക്സ്റ്റ് ലാക്ക് ഓഫ് പ്രൊമോഷൻ, ഒരു പ്രൊമോഷൻ അവർക്ക് കൊടുക്കത്തില്ല. അവരുടെ കരിയറിൽ അവർ 5-6 വർഷമായിട്ട് ഒരേ പോസ്റ്റിൽ തന്നെ ഇരിക്കുക എന്നൊക്കെ പറയുന്നത്. ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി, പുവർ വർക്കിംഗ് എൻവയോൺമെൻറ്റ്, ആബ്സെൻസ് ഓഫ് റെക്കഗ്നീഷൻ ആൻഡ് റിവാർഡ് സിസ്റ്റം. എന്തെങ്കിലും ഇപ്പം ഒരു ബാങ്കിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു മാസം ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഓരോ സമ്മാനം കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ കൊടുക്കുന്നത് അവർക്കൊരു സന്തോഷമാണ്. അതുപോലെ ഒന്നും കൊടുക്കാത്തതൊക്കെ ആണ് ഈ പുവർ ആറ്റിറ്റ്യൂഡിന് കാരണമാകുന്നത്. അപ്പം അവിടെ ഒരു എത്തിക്സ് ട്രെയിനിങ് അവിടെ കൊടുക്കുകയാണെങ്കിൽ റെക്കഗ്നൈസിങ് എത്തിക്കൽ കണ്ടക്ട് ഇൻ വർക്ക് പ്ലേസ്, അതായത് എത്തിക്സ് ഇൻ പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് എൻകറേജിങ് ഓപ്പൺ ഡിസ്കഷൻ ഓൺ എത്തിക്കൽ ഇഷ്യൂസിൽ, അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അവർക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആ എംപ്ലോയീസിൽ ഉണ്ടാകും. അപ്പോൾ ആ ഒരു പോസിറ്റീവ് എഫക്റ്റ് അവിടെ ഉണ്ടാകാൻ വേണ്ടി ഈ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് നമ്മൾ അവിടെ അഡോപ്റ്റ് ചെയ്യണം. സീനിയർ മാനേജ്മെൻറ്റിൽ നിന്നും അത് അഡോപ്റ്റ് ചെയ്ത് അങ്ങനെയാണെങ്കിൽ നല്ലൊരു ഇൻപുട്ട് നമുക്ക് കിട്ടും, നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അടുത്തത് ടൈപ്സ് ഓഫ് ഇൻക്വയറീസ് ഇമ്പോർട്ടൻ്റ് ആണ്. എൻക്വയറി എന്ന് പറഞ്ഞാൽ എനിക്കൊരു എൻക്വയറി വന്നിട്ടുണ്ട് എന്ന് പറയത്തില്ലേ, അന്വേഷണമാണ്. There are 3 types of inquiries are there in professional ethics. First is normative inquiry, then conceptual inquiry, then factual inquiry. Normative inquiry ആണ് ഫസ്റ്റ്. It seeks to identify and justify morally described norms and standards that should guide individuals and group. And it also has a theoretical goal of justifying a particular moral judgments.
ഒരു കാര്യത്തെ എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്ന അപ്പോൾ അതിൻ്റെ മോറലി ആയിട്ടുള്ള അതിൻ്റെ നിയമങ്ങൾ, മറ്റ് സ്റ്റാൻഡേർഡ്സ് ഒരു ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ ഒരാളായിട്ടോ വ്യക്തിപരമായോ അതിനെ മനസ്സിലാക്കുന്നതിനെയാണ് നോർമേറ്റീവ് ഇൻക്വയറി എന്ന് പറയുന്നത്. അതിനെ അന്വേഷിക്കുക. ഇറ്റ് ഓൾസോ ഹാസ് എ തിയററ്റിക്കൽ ഗോൾ ഓഫ് ജസ്റ്റിഫൈങ് എ പർട്ടിക്കുലർ മോറൽ ജഡ്ജ്മെൻറ്റ്. ഒരു മോറൽ ജഡ്ജ്മെൻറ്റ് നമുക്കതിൽ എടുക്കാൻ അതിൽ നിന്നും ആ തിയറിയിൽ നിന്നും ഒരു മോറൽ ജഡ്ജ്മെൻറ്റ് എടുക്കാൻ പറ്റുക എന്നുള്ളതൊക്കെയാണ് നോർമേറ്റീവ് ഇൻക്വയറി എന്ന് പറയുന്നത്. Normative inquiry refers to the description that describes what one ought to do under a specific circumstances. നമ്മൾ എന്താണ് അവിടെ ചെയ്യേണ്ടത്, എന്താണ് നല്ലതെന്ന് മനസ്സിലാക്കാൻ മോറൽ വാല്യൂസ് ബേസ് ചെയ്ത് എന്താണ് നല്ലത് എന്താണ് ചീത്തയെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു ഡേഞ്ചറസ് ആയിട്ടൊരു സിറ്റുവേഷൻ നിൽക്കുകയാണ്. ഇപ്പം ഒരു വർക്ക് പ്ലേസിൽ തീ പിടിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഫയർ എക്സ്റ്റിങ്വിഷർ എടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് അവരെ രക്ഷിക്കുക എന്നുള്ള ആ ഒരു ചിന്തയുണ്ടല്ലോ, ആ ചിന്തയൊക്കെ പോകുന്നത് നോർമേറ്റീവ് ഇൻക്വയറിയിൽ പെടുന്നതാണ്. അതായത് വെൻ ഷുഡ് എഞ്ചിനീയേഴ്സ് ബി എക്സ്പെക്റ്റഡ് ടു ബ്ലോ വിസിൽ ഓൺ ദ ഡേഞ്ചറസ് പ്രാക്ടീസ് ഓഫ് ദ എംപ്ലോയീസ്? ഹൗ ഫാർ ഡസ് ദ ഒബ്ലിഗേഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ടു പ്രൊട്ടക്ട് പബ്ലിക് സേഫ്റ്റി എക്സ്റ്റെൻഡ് ഇൻ എനി ഗിവൻ സിറ്റുവേഷൻ? When and why is the government justified in interfacing with the organization? What are the reasons on which engineers shows their obligations to their employees or clients in the public? ഇതൊക്കെയാണ്. So they refer to the thought process where the moral rights are to be implemented in order to fulfill their professional obligations. This includes the responsibility of engineers to protect the public safety and how they should respond under such dangerous practices. എന്തെങ്കിലും ഒരു ഡേഞ്ചറസ് പ്രാക്ടീസസ് അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുമെന്നും പബ്ലിക് സേഫ്റ്റി എങ്ങനെ നോക്കുമെന്നും ഒക്കെ ഉള്ളത് നമ്മൾ നോർമേറ്റീവ് ഇൻക്വയറിയിൽ പെടുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് ഇവിടെ ഇതൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അടുത്തത് കൺസെപ്ച്വൽ ഇൻക്വയറി. കൺസെപ്ച്വൽ ഇൻക്വയറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ മീനിങ് ഓഫ് കൺസെപ്റ്റ്, പ്രിൻസിപ്പിൾസ് ആൻഡ് ഇഷ്യൂസ് റിലേറ്റഡ് ടു എഞ്ചിനീയറിംഗ് എത്തിക്സ്. എഞ്ചിനീയറിംഗ് എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ കൺസെപ്റ്റും അതിൻ്റെ പ്രിൻസിപ്പിൾസും അതിൻ്റെ ഇഷ്യൂസും മനസ്സിലാക്കുക എന്നുള്ളതാണ് കൺസെപ്റ്റ് അനുസരിച്ച് പോവുക ഉള്ള എൻക്വയറി. അത് പഠിക്കുക, അത് അന്വേഷിക്കുക എന്നുള്ളതാണ്. Ethics that an engineer should possess to protect the safety, health and welfare of the public etc. are described under conceptual safety inquiries. അതിനെ ഒരു ഹെൽത്ത് എന്തെങ്കിലും ഒരു ഹെൽത്ത് പ്രോബ്ലം, ഒരു കമ്പനിയുടെ സേഫ്റ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരു പബ്ലിക്കിൻ്റെ സേഫ്റ്റി വെൽഫെയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസെപ്ച്വൽ ഇൻക്വയറീസിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരും. Conceptual inquiries mention the moral aspects of bribery and how it affects along with the professional ethics and professionalism. What is meant by safety, how it is related to risk, what is bribe, what is profession, ഇതൊക്കെയാണ് ഒരു കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടുത്തെ കൺസെപ്ച്വൽ ഇൻക്വയറിയിലെ. കൈക്കൂലി വാങ്ങണമോ, കൈക്കൂലി എന്താണ് സേഫ്റ്റി എന്ന് പറയുന്നത്, അത് എങ്ങനെ റിസ്ക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രൊട്ടക്റ്റ് ദ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വെൽഫെയർ ഓഫ് ദ പബ്ലിക്, എന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്, എന്താണ് കൈക്കൂലി, എന്താണ് പ്രൊഫഷൻ, ആരാണ് പ്രൊഫഷണൽസ്, ഇതൊക്കെ കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് ഫാക്ച്വൽ ഓർ ഡിസ്ക്രിപ്റ്റീവ് എൻക്വയറി. അത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എയിം എന്ന് പറയുന്നത് തന്നെ ഫാക്ട്സ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. അത് കൂടുതലും റിസർച്ച് കണ്ടൻറ്റ് ആയിട്ടുള്ള ഫാക്ച്വൽ ഇൻക്വയറീസ്, കൂടുതലും റിസർച്ച് കോണ്ടക്റ്റ് ആയിട്ടുള്ള ഫാക്ച്വൽ ഇൻക്വയറീസ് മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് അനുസരിച്ചാണ് നമ്മളിത് കണ്ടെത്തുന്നത്. അപ്പം ദിസ് ഫാക്ട്സ് പ്രൊവൈഡ്സ് നോട്ട് ഓൺലി ദ റീസൺസ് ഫോർ ദ മോറൽ പ്രോബ്ലംസ് ബട്ട് ഓൾസോ എനാബിൾ അസ് ടു ഡെവലപ്പ് ഓൾട്ടർനേറ്റീവ് വേസ് ഓഫ് റിസോൾവിങ് മോറൽ പ്രോബ്ലംസ്. ഈ ഫാക്ച്വൽ ഇൻക്വയറിയിൽ ആ ഒരു റീസൺ മാത്രമല്ല, മോറൽ പ്രോബ്ലംസിലുള്ള റീസൺ മാത്രമല്ല അവർ കണ്ടുപിടിക്കുന്നത്, അതിൽ നിന്നും ഒരു ഓൾട്ടർനേറ്റ് വേ, അത് റിസോൾവ് ചെയ്യാനുള്ള ഒരു ഓൾട്ടർനേറ്റീവ് വേയും അത് ഫാക്ച്വൽ ഇൻക്വയറി നമുക്ക് നൽകും. അപ്പം അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ വിയർ ദ ബെനഫിറ്റ്സ് അസസ്ഡ്, what are the procedure followed in risk assessment, what are the short term and long term effect of drinking water being polluted, who conducted the test on the materials, ഇതൊക്കെയാണ്. അടുത്തത് മോറൽ ഡിലീമ. മോറൽ ഡിലിമ എന്ന് പറഞ്ഞാൽ ശരിക്കും മലയാളത്തിലൊരു അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ധാർമ്മിക പ്രതിസന്ധി. ഇപ്പോൾ പറഞ്ഞ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് വിളിച്ചു വരാൻ പറഞ്ഞു, നിങ്ങളുടെ
പ്രോമിസ് ചെയ്തിട്ടാണ്, ഞാൻ വരാമെന്ന് പ്രോമിസ് ചെയ്തതാണ്. പക്ഷേ പോയ വഴിയിൽ ഒരു ആക്സിഡൻറ്റ് കണ്ടു. ആ ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നമ്മൾ പോയതുകൊണ്ട്, നമുക്ക് സമയം പോയതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിൻ്റെ അടുത്ത് പോകാൻ പറ്റിയില്ല. ഫസ്റ്റത്തെ കാര്യം, നമ്മൾ ഒരു പ്രോമിസ് തെറ്റിച്ചു എന്നുള്ളതാണ്. അടുത്തത്, ഒരു ആക്സിഡൻറ്റ് ഉണ്ടായപ്പോൾ നമ്മൾ രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം രണ്ട് നമുക്ക് ശരിയുള്ള മോറൽ വാല്യൂസാണ്. അപ്പോൾ ഇതിലേതാണ് ശരി ഏതാണ് തെറ്റെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ ഒരു സംഭവമാണ് മോറൽ ഡിലിമ എന്ന് പറയുന്നത്. അറ്റ് ദ ടൈം ദ സിറ്റുവേഷൻ ഒക്കേഴ്സ് വെൻ വൺ കനോട്ട് മേക്ക് ഇമ്മീഡിയറ്റ് ഡിസിഷൻ ആസ് ദ മോറൽ റീസൺസ് കം ഇൻ ടു കോൺഫ്ലിക്റ്റ്. മോറൽ റീസൺസ് അവിടെ കോൺഫ്ലിക്റ്റിൽ ഒരു ക്ലാഷ് സംഭവിച്ചു അവിടെ. Moral reasons can be rights, duties, goods or obligations which make the decisions making complex. Okay. Vagueness. അപ്പോൾ പല പ്രോബ്ലംസ്, ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് പ്രോബ്ലംസ് മോറൽ ഡിലിമയിൽ ഉണ്ടാകുന്ന, അതായത് കോംപ്ലക്സ് സിറ്റുവേഷൻസ് മോറൽ ഡിലിമയിൽ ഉണ്ടാകുന്നത്, ആദ്യത്തേത് പ്രോബ്ലം ഓഫ് വേഗ്നെസ് ആണ്. വേഗ്നെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ കണ്ടീഷൻ വെർ ദ ഡൗട്ട് lies in whether the action refers to good or bad. ശരി ഏതാ തെറ്റായതാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥ, നമ്മുടെ കിളി പോയിരിക്കുന്ന ഒരവസ്ഥ എന്നൊക്കെ പറയത്തില്ലേ, അതാണ് വേഗ്നെസ് എന്ന് പറയുന്നത്. ഗുഡ് മീൻസ് an action that is obligatory. For example, code of ethics specifies that one should obey the laws and follow the standards, refuse bribe or accept the gift and maintain the confidentiality. ഇപ്പം നമുക്കൊരാൾ കൈക്കൂലി തന്നു, അത് വേണമെങ്കിൽ അവരുടെ സന്തോഷത്തിന് തന്നാണെന്നും പറഞ്ഞ് നമുക്ക് മേടിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ അർഹതപ്പെടാത്ത ഒരു പൈസയാണ് വാങ്ങിക്കുന്നതെന്നോ നമ്മൾക്കൊരു ബോധമുണ്ടെങ്കിൽ, അങ്ങനെ നോക്കിയാൽ അതൊരു കൈക്കൂലിയാണ് വാങ്ങിക്കുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ അവർ വളരെ സന്തോഷത്തോടെ തരുമ്പോൾ നമുക്കത് വാങ്ങിക്കാതിരിക്കാനും തോന്നത്തില്ല. അതാണ് റൈറ്റ് ഏതാ റോങ് ഏതാണെന്ന് അറിയാൻ പറ്റാത്തൊരു അവസ്ഥ. അടുത്തത് പ്രോബ്ലം ഓഫ് കോൺഫ്ലിക്റ്റിംഗ് റീസൺസ്. അപ്പോൾ കോൺഫ്ലിക്റ്റിംഗ് റീസൺസ് എന്ന് പറയുമ്പോൾ രണ്ട് നല്ല മോറൽ സൊല്യൂഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരെണ്ണം മാത്രം പ്രയോറിറ്റിയിൽ നമ്മൾ വെക്കുക. അപ്പം അത് ഒരെണ്ണം മാത്രം നമ്മൾ പ്രയോറിറ്റി വെക്കണമെങ്കിൽ അത് ഇതിലേതാണെന്ന് നമ്മൾ അറിയണം. ഏതാണ് നല്ലതെന്ന് നമ്മൾ ഇങ്ങനെ ചിന്തിക്കത്തില്ല. വൺ ഹാസ് ടു ഫിക്സ് ദ പ്രയോറിറ്റി ത്രൂ നോളജ് ഓർ വാല്യൂ സിസ്റ്റം. അവർക്ക് ഏതാണ് പറ്റുന്നില്ല, ഏതാണ് ശരിയെന്ന് ഏതാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ദാറ്റ് ഈസ് ദ പ്രോബ്ലം ഓഫ് കോൺഫ്ലിക്റ്റിംഗ് റീസൺസ്. നെക്സ്റ്റ് ഈസ് പ്രോബ്ലം ഓഫ് ഡിസഗ്രിമെൻറ്റ്. നമുക്ക് ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഏത് സൊല്യൂഷൻ എടുക്കാൻ പറ്റില്ല, പക്ഷേ ഇതൊന്നും വലിയ കാര്യമായ ഒരു സൊല്യൂഷനും അല്ലെന്നും നമുക്കറിയാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ നമുക്ക് എടുത്തേ പറ്റത്തുള്ളൂ. അതാണ് പ്രോബ്ലം ഓഫ് ഡിസഗ്രിമെൻറ്റ്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഏതൊക്കെയാണ് നമ്മളൊരു ഗ്രേഡ് കൊടുക്കുക, ഇതിൽ കുറച്ച് നല്ലത് ഇതാണെന്നും പറഞ്ഞ് കൊടുക്കുക. അതിൽ നിന്നും ബാക്കിയുള്ള നമ്മുടെ കൊളീഗ്സിനോട് ചോദിക്കുക, അതിലേതാണ് നല്ലതെന്നൊക്കെ റാങ്ക് ചെയ്ത് മറ്റുള്ളവരോട് ചോദിച്ച് അതിൽ നിന്നും നല്ലൊരു ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ നമ്മൾ അതിൽ നിന്നും ചൂസ് ചെയ്യുക. ദാറ്റ് ഈസ് ദ സൊല്യൂഷൻ. നെക്സ്റ്റ്, സ്റ്റെപ്സ് ടു സോൾവ് ഡിലിമ. ഡിലിമ സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ലോജിക്കൽ സ്റ്റെപ്സ് കുറേ ഉണ്ട്. Whenever a person is faced with a moral dilemma, the issue is to be solved with a step-wise approach, as this will generate a better output. നമുക്കൊരു മോറൽ ഡിലിമ നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ളൊരു അപ്രോച്ച് നടത്തി കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നും പുറത്തു വരാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഐഡൻറ്റിഫിക്കേഷനാണ്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് മോറൽ ഫാക്ടേഴ്സ് ആൻഡ് റീസൺസ്. ഫസ്റ്റ് നമ്മളൊരു ക്ലാരിറ്റി വരുത്തുകയാണ്. നമ്മൾ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, അതിൻ്റെ ഡ്യൂട്ടീസ്, മോറൽ ഡ്യൂട്ടീസ്, റൈറ്റ്സ്, ഗുഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. കൺസെപ്ച്വൽ എൻക്വയറിയാണ് അവിടെ ആദ്യം നടത്തേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്നും ഒരു കോഡ് ഓഫ് എത്തിക്സ് ഒക്കെ അനുസരിച്ച് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് നടത്തി നമ്മൾ അതിൽ നിന്നും ഒരു നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്തുക. അത് മറ്റൊരു കൊളീഗ്സിനോട് നമ്മൾ ചോദിച്ച് അതിൽ നിന്നും ഒരെണ്ണം എടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുകയാണ്. ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻസ്, ഡേറ്റാസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റാങ്കിങ് എന്ന് പറയുമ്പോൾ ദ കൺസിഡറേഷൻസ് ഇൻ ദ ഇഷ്യൂസ് ആർ ടു ബി ലിസ്റ്റഡ് ഡൗൺ. ഏറ്റവും നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് അതിൽ നിന്നും ഒരു റാങ്ക് കൊടുക്കുക. ഇതൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നത്. റാങ്ക് കൊടുക്കുക, അത് കഴിഞ്ഞ് അതിൽ നിന്നും ഏറ്റവും നല്ലത് എടുക്കുക. ഒരു പാർഷ്യാലിറ്റി നമ്മൾ അവിടെ കൊടുക്കാൻ പാടില്ല.
The inquiry of details involved in the issues to be completely made. All the facts related to the issues are brought into light. Considering the alternative course of actions for resolving and tracing full implications are also needed. അത് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫൈനൽ സൊല്യൂഷൻ നമ്മൾ എടുക്കുക. ദിസ് സൊല്യൂഷൻ വിൽ ആഡ് വാല്യൂ ടു ദ ഹോൾ അനാലിസിസ് ഇൻ ഓൾ ആസ്പെക്ട്സ്. നെക്സ്റ്റ് ഈസ് മോറൽ ഓട്ടോണമി. അതായത് നമ്മൾ മറ്റുള്ളവരുടെ ബിലീഫ്സ് ആൻഡ് ആക്ഷൻസിലല്ല നമ്മൾ തന്നെ നമുക്ക് തന്നെ അറിയാം ഒരു മോറൽ കോഡ് ഓഫ് എത്തിക്സ് നമുക്കുണ്ട്. അതനുസരിച്ച് നമ്മൾ പോകുന്ന ഒരു ടൈപ്പ് ഓഫ് തിങ് ആണ് മോറൽ ഓട്ടോണമി, അല്ലെങ്കിൽ ധാർമ്മിക സ്വയംഭരണം എന്ന് പറയാം. Moral autonomy is a philosophy which is self-governing or self-determining or acting independently without the influence of distortion of others. മറ്റുള്ളവരുടെ നോക്കാതെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ഡിസിഷനിലെത്തുന്നതാണ് മോറൽ ഓട്ടോണമി. ഇറ്റ് റിലേറ്റ്സ് ടു ദ ഇൻഡിവിജ്വൽ ഐഡിയാസ് വെദർ റൈറ്റ് ഓർ റോങ് കണ്ടക്ട് വിച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എത്തിക്കൽ ഇഷ്യൂസ്. എത്തിക്കൽ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടല്ല നമ്മൾ എന്തെങ്കിലും എന്താണ് ശരി തെറ്റെന്ന് നമുക്ക് തന്നെ തോന്നും, അത് നമ്മളെടുക്കുന്നു. അതാണ് മോറൽ ഓട്ടോണമി. ആരോടും ചോദിക്കത്തില്ല. കൺസെപ്റ്റ് ഓഫ് മോറൽ ഓട്ടോണമി എന്ന് പറയുന്നത് സെൽഫ് ഡിറ്റർമിനേഷനാണ്. അതിൻ്റെ അതുണ്ടാവണമെങ്കിൽ സെൽഫ് ഡിറ്റർമിനേഷൻ നമ്മൾ ഇംപ്രൂവ് ചെയ്യണം. ഇറ്റ്സ് ഈസ് കൺസേൺഡ് വിത്ത് ദ ഇൻഡിപെൻഡൻറ്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് എ പേഴ്സൺ റിലേറ്റഡ് ടു മോറൽ ഓർ എത്തിക്കൽ ഇഷ്യൂസ്. ദിസ് കൺസെപ്റ്റ് ഈസ് ഫൗണ്ട് ഇൻ മോറൽ, എത്തിക്കൽ ആൻഡ് ഈവൻ ഇൻ പൊളിറ്റിക്കൽ ഫിലോസഫി. നമുക്ക് മോറൽ ഓട്ടോണമിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ലെന്ന് പറയുമ്പോൾ ഫസ്റ്റ് it's a proficiency in recognizing moral problems in engineering and the ability to distinguish as well as relate them to problems in laws, economics and religious principles. Next, ഒരു skill in comprehending അല്ലെങ്കിൽ skill to process, clarify and understand the arguments against moral issues. ഒരു ആർഗ്യുമെൻറ്റ്സ് ഒരു മോറൽ ഇഷ്യൂസിനെതിരായി വന്നു കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്തായിരിക്കും അതിനൊരു ക്ലാരിഫിക്കേഷൻ, അത് മനസ്സിലാക്കി അതിനൊരു ക്ലാരിഫിക്കേഷൻ നടത്തുന്നത് ആണ്. ആ ഒരു കഴിവ് നമുക്ക് വേണം. പിന്നെ ഉള്ളത് എബിലിറ്റി ടു സജസ്റ്റ് ദ സൊല്യൂഷൻ ടു മോറൽ ഇഷ്യൂസ് ഓൺ ദ ബേസിസ് ഓഫ് ഫാക്ട്സ് അനുസരിച്ച് അതിന് സൊല്യൂഷൻസ് കണ്ടെത്തുക. മസ്റ്റ് ഹാവ് ദ ഇമാജിനേറ്റീവ് സ്കിൽ ടു വ്യൂ ദ പ്രോബ്ലം ഫ്രം ഓൾ ദ വ്യൂ പോയിൻറ്റ്സ്. എല്ലാ വ്യൂ പോയിൻറ്റ്സും എടുത്തിട്ട് നമ്മൾ തന്നെ ഒരു ഇമാജിനേറ്റീവ് സ്കിൽ വെച്ച് നമ്മൾ അതിനെ കാണുക. Tolerance while giving moral judgment which may cause trouble. When the whole analysis is made considering all the viewpoints of the issue, the final output might be or might not be pleasing to the persons involved. Hence, while declaring the judgments or the decisions taken, a detailed description of actions done should be given, while the actions ought to be done should be presented in a better way to ensure others that the decision have been taken without any partialities towards any party. Skills for improving moral autonomy. അതാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. Moral autonomy reflects the concept of individuality. This relates to the idea of building oneself with moral values one has whilst developing psychologically. One should adhere to the basic principle of humanity and should be strict with the don'ts he has in mind and liberal with do's. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ലിബറൽ ആയിട്ടുള്ളൊരു മൈൻഡ്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഒരു ചിന്തയും അവരുടെ കയ്യിലുണ്ട്. അവർ ഹ്യൂമാനിറ്റിയിൽ മാത്രം വിശ്വസിക്കുന്നവരാണ്. എന്താണ് ഒരു മനുഷ്യത്വം, അതിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന അതിന് മോറൽ ഓട്ടോണമിയുടെ മെയിനായിട്ടുള്ളൊരു സ്കില്ല്. ഇൻക്യുലേഷൻ ഓഫ് ഓൾ ദീസ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റീസ് എൻഹാൻസസ് ദ സ്കിൽ ഓഫ് മോറൽ ഓട്ടോണമി ഇൻ എ പേഴ്സൺ. A person must have adequate knowledge and understanding about the use of ethical language so as to defend or support his views with others. He must have better knowledge in understanding the importance of suggestions and better solutions while resolving moral problems, and also about the importance of tolerance on some critical situation. Above all, one must understand the importance of maintaining moral honesty and should be liberal to understand the human behavior under certain circumstances. നെക്സ്റ്റ് തിയറീസ് ആണ്. 2 തിയറീസ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. കോൾബർഗ് തിയറി ആൻഡ് നെക്സ്റ്റ് ഗിൽഗാൻസ് തിയറി. കോൾബർഗ് തിയറി എന്ന് പറയുന്നത് ലോറൻസ് കോൾബർഗ് എന്ന് പറയുന്നൊരു പുള്ളിയാണ് ഈ തിയറി പ്രപ്പോസ് ചെയ്തൊരു ആൾ. പറയുകയാണെങ്കിൽ ഹീൻസ് എന്ന് പറയുന്നൊരു പുള്ളിയുണ്ട്. ആ പുള്ളിയുടെ ഭാര്യയ്ക്ക് ഭയങ്കര രോഗത്തിൽപ്പെട്ട് കിടക്കുകയാണ്. അവർക്ക് പൈസ ഇല്ല. അവർ ഡോക്ടർ തന്ന ഗുളിക മേടിച്ച് കഴിക്കാനുള്ള പൈസ അവർക്കില്ല. അപ്പോൾ അവരൊരു ഫാർമസിസ്റ്റിനെ കാണാൻ പോയി. ആ ഫാർമസിസ്റ്റ് പറഞ്ഞ പൈസയുടെ പകുതി കൊടുക്കാനേ ഉള്ളൂ ഇവരുടെ കയ്യിൽ. ഈ പുള്ളി കാല് പിടിച്ച് പറഞ്ഞു,
ഞങ്ങൾക്ക് കയ്യിൽ പൈസയില്ല, നിങ്ങൾ ഒന്ന് എൻ്റെ ഭാര്യ ഇങ്ങനെ അവസ്ഥയിൽ കിടക്കുകയാണ്, എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞപ്പം ആ ഫാർമസിസ്റ്റ് ഒന്നും ചെയ്തില്ല. ആ ഫാർമസിസ്റ്റ് അത് റെഫ്യൂസ് ചെയ്തു, ഡ്രഗ് കൊടുത്തില്ല. അങ്ങനെ അവസാനം ആ പുള്ളിക്ക് ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ആ ഫാർമസിയിൽ രാത്രിയിൽ കള്ളനായിട്ട് ചെന്ന് ഡ്രഗ് മോഷ്ടിക്കുമായിരുന്നു പുള്ളി ചെയ്തത്. ഇതിൽ ഹീൻസിൻ്റെ ഡിലിമയെന്ന് പറഞ്ഞാൽ അയാൾ അത് മോഷ്ടിച്ചു. അതിൽ മോഷ്ടിച്ചില്ലായിരുന്നെങ്കിൽ, അതായത് അയാളുടെ ഭാര്യ ജീവിക്കണം എന്നുള്ള ആഗ്രഹം അയാൾക്കുള്ളത് കൊണ്ടാണ് അയാളത് ചെയ്തത്. പക്ഷേ അത് ചെയ്തതും ശരിയല്ല. അപ്പം ഇതിനെപ്പറ്റിയൊന്ന് കൂടുതലൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, വാട്ട് ഇഫ് ദ പേഴ്സൺ ഡൈയിങ് വാസ് എ സ്ട്രേഞ്ചർ, വുഡ് ഇറ്റ് മേക്ക് എനി ഡിഫറൻസ്? ഇപ്പം അയാളുടെ ഭാര്യയല്ല, അയാളുടെ ഒരു പരിചയക്കാരൻ അല്ലെങ്കിൽ ഒരു ബന്ധവും ഇല്ലാത്ത ഒരാളൊക്കെ വേണ്ടിയാണ് അയാൾ ഇത്ര ചെയ്തെങ്കിൽ അയാൾ മോഷ്ടിക്കുമായിരുന്നു? ഒരിക്കലും മോഷ്ടിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ പോലീസ് ഷുഡ് ദ പോലീസ് അറസ്റ്റ് ദ കെമിസ്റ്റ് ഫോർ മർഡർ ഇഫ് ദ വുമൺ ഡൈഡ്? ആ സ്ത്രീ മരിച്ചു പോയാൽ ആ ഫാർമസിസ്റ്റിനെ ആ പോലീസ് അറസ്റ്റ് ചെയ്യുമോ? ഒരിക്കലും ഇല്ല. ഇതാണ് ആ പുള്ളിയുടെ ഡിലിമാസ്, ഹിൻസ് ഡിലിമാസ്. By studying the answers from the children of different ages to these questions, Kohlberg hoped to discover how moral reasoning changed as people grew older. ഈ ക്വസ്റ്റ്യനിൽ നിന്ന് പുള്ളി ഒരുപാട് പേർക്ക് ഒരു ഡേറ്റാസ് കൊടുത്തിട്ട് ഇതിന് ഉത്തരം പറയാൻ വേണ്ടി കൊടുത്തപ്പോൾ കുറച്ച് ഓരോ പ്രായക്കാരും പല പല രീതിയിലാണ് അവരുടെ ഗ്രാഫ് വന്നത്. അപ്പം ഒരു സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 72 ചിക്കാഗോ ബോയ്സ്, 10 തൊട്ട് 16 വയസ്സുള്ളവർ. പിന്നെ അത് തന്നെ 58 ഓഫ് ഹൂം വെയർ ഫോളോവേഡ് അപ്പ് അറ്റ് 3 ഇയർലി ഇൻ്റർവൽസ് ഫോർ 20 years. 3 ലെവൽസിൽ അത് ഉണ്ട്. അതായത് ഒന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് പ്രീ കൺവെൻഷണൽ സ്റ്റേജ്, അത് കഴിഞ്ഞ് കൺവെൻഷണൽ, അത് കഴിഞ്ഞ് പോസ്റ്റ് കൺവെൻഷണൽ. Each boy was given a 2-hour interview based on the 10 dilemmas. What Kohlberg was mainly interested in was not whether the boys did the action right or wrong, but the reasons given for the decision. He found that these reasons tended to change as the children got older. പിള്ളേർ വലുതാവുന്ന അനുസരിച്ച് അവരുടെ ചിന്താഗതിക്ക് വ്യത്യാസം വരുന്നുണ്ട്. അപ്പം 2 സബ് സ്റ്റേജസിൽ, ഓരോ സബ് സ്റ്റേജിനും 2 സബ് സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. People can only pass through these levels in order listed. Each new stage replaces the reasoning typical of the earlier stages. Not everyone achieves all these stages. ഫസ്റ്റത്തത് പ്രീ കൺവെൻഷണൽ സ്റ്റേജ് ആണ്. അപ്രോക്സിമേറ്റ്ലി ഒരു 10 വയസ്സിന് താഴെയുള്ള ആണ് പ്രീ കൺവെൻഷനിൽ പെടുന്നത്. പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നത് ഇസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ലാസ്റ്റ് അൺടിൽ അപ്രോക്സിമേറ്റ്ലി ഏജ് 9. 9 വയസ്സ് വരെ നിലനിൽക്കുന്ന ഒരു സ്റ്റേജാണ് പ്രീ കൺവെൻഷണൽ. അറ്റ് ദ പ്രീ കൺവെൻഷണൽ ലെവൽ ചിൽഡ്രൻ ഡോണ്ട് ഹാവ് എ പേഴ്സണൽ കോഡ് ഓഫ് മൊറാലിറ്റി. അവർക്ക് ഒരു കോഡ് ഓഫ് എത്തിക്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്കില്ല. അവർക്ക് അവരുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അവരതാണ് പറയുന്നത്. അവരവരുടെ വീട്ടുകാർ പറയുന്നത് കേൾക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ അവർ റൂൾസ് ബ്രേക്ക് ചെയ്യും. അങ്ങനെയൊക്കെ പോകുന്ന പിള്ളേരാണ്. For example, if an action leads to punishment, it must be bad, and if it leads to a reward, it must be good. ഒരു പണിഷ്മെൻ്റ് ആണെങ്കിൽ അത് ചീത്തയാണ്, ഒരു റിവാർഡ് കൊടുക്കുന്നത് നല്ലതാണെന്ന് മാത്രമുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ ആ കുട്ടികൾക്ക്. The authority is outside the individual, and children often make moral decisions based on the physical consequences of actions. പ്രീ കൺവെൻഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെൻറ്റ് ഓറിയൻറ്റേഷൻ. ഒരു കൊച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അത് നല്ലതാണോ എന്ന് നോക്കി അത് നല്ലത് ചെയ്യും. അത് എന്തിനാണ് നല്ലത് ചെയ്യുന്നത്? അതിനെ ഒരു പണിഷ്മെൻ്റ് കുട്ടിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് അത് നന്നായിട്ട് ജീവിക്കുന്നത്. ഇഫ് എ പേഴ്സൺ ഈസ് പണിഷ്ഡ് ദേ മസ്റ്റ് ഹാവ് ഡൺ റോങ്. ഇപ്പോൾ ഒരാൾക്ക് പണിഷ്മെൻറ്റ് കിട്ടുന്നത് അയാൾ ചെയ്യുന്ന തെറ്റനുസരിച്ചാണ്. അപ്പം അതാണ് ആ കുട്ടി ആദ്യം ചിന്തിക്കുന്നത്. പിന്നെ ചിന്തിക്കാവുന്ന കാര്യം ഇൻഡിവിജ്വാലിസം ആൻഡ് എക്സ്ചേഞ്ച്. അറ്റ് ദിസ് സ്റ്റേജ് ചിൽഡ്രൻ റെക്കഗ്നൈസ് ദാറ്റ് ദർ ഈസ് നോട്ട് ജസ്റ്റ് വൺ റൈറ്റ് വ്യൂ ദറ്റ് ഈസ് ഹാൻഡഡ് ഡൗൺ ബൈ അതോറിറ്റീസ്. ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽ ഹാവ് ഡിഫറെൻറ്റ് വ്യൂ പോയിൻറ്റ്സ്. പല ആളുകൾക്കും അവരവർക്കുടേതായ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. അവരതനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും പറയുന്നതും പ്രവർത്തിക്കുന്നതും.
അടുത്തത് കൺവെൻഷനാണ്. കൺവെൻഷണൽ മൊറാലിറ്റിയാണ് ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ക്യാരക്ടറൈസ്ഡ് ബൈ ആൻ അക്സെപ്റ്റൻസ് ഓഫ് സോഷ്യൽ റൂൾസ് കൺസേണിങ് റൈറ്റ് ആൻഡ് റോങ്. ഇപ്പം ഏതാണ് ശരിയെന്നും അവരൊരു റൂൾസും നോംസും കസ്റ്റംസും ഒരു ഫാമിലിയുടെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ നമുക്ക് സ്കൂളിൽ പോകുമ്പം എന്തെല്ലാം റൂൾസാണ് ചെയ്യേണ്ടതെന്നുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഒരു ബോധമുള്ള ബോധമുള്ള ആളുകളാണ് അറ്റ് കൺവെൻഷണൽ ലെവലിലുള്ളത്. Adolescents and adults are there. We begin to internalize the moral standards of valued adult role models. Authority is internalized but not questioned, and reasoning is based on the norms of the group to which the person belongs. A social system that stresses the responsibility of relationship as well as social order is seen as a desirable and must therefore influence our view of what is right and wrong. ഒരു ഗുഡ് ബോയ് അല്ലെങ്കിൽ ഒരു ഗുഡ് ഗേൾ ആകണം എന്നുള്ള അങ്ങനെ ഒരു ചിന്തയിൽ പോകുന്ന ആളുകളാണ് അവിടെ കൂടുതലും ഉള്ളത്. അവരുടെ സെൽഫ് ഇൻട്രസ്റ്റിനേക്കാളും അവർ ചെയ്യുന്നത് ലോയാലിറ്റിക്ക് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. കൺവെൻഷണൽ ലെവൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 സ്റ്റേജസ് ഉണ്ട്. ഗുഡ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് അവിടെ കൊടുക്കും. ഒരു ഗുഡ് പേഴ്സൺ എന്നുള്ളൊരു അപ്രൂവൽ കിട്ടാൻ വേണ്ടിയും മെയിൻറ്റെയിനിങ് ദ സോഷ്യൽ ഓർഡർ നെക്സ്റ്റ് സ്റ്റേജ്. The child or individual become aware of the wider rules of society, so judgments concern obeying the rules in order to uphold the law and to avoid guilt. Next is post-conventional. Post-conventional എന്ന് പറയുന്നത് the third stage of moral development ആണ്, and it is characterized by the individual's understanding of universal ethical principles. They are abstract and ill-defined but might include the preservation of life at all cost and the importance of human dignity. പോസ്റ്റ് കൺവെൻഷണൽ ലെവലിൽ ഡു അൺ ടു അതേഴ്സ് ആസ് യു വുഡ് ഹാവ് ദം ഡു അൺ ടു യു. നിങ്ങളോട് എന്താണോ ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി എന്നുള്ള ഒരു ചിന്തയിൽ പോകുന്നവരാണ്. പകരത്തിന് പകരം എന്നുള്ളൊരു ചിന്തയാണ് പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജിലുള്ള ആളുകൾ ചിന്തിക്കുന്നത്. The individual judgment is based on the self-chosen principles and the moral reasoning is based on the individual rights and justice. ഇൻഡിവിജ്വൽ ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ അത് അവർക്ക് തന്നെ ഒരു പ്രിൻസിപ്പിൾസ് ഉണ്ട്. അവരതനുസരിച്ച് സെൽഫ് ചോയ്സും ചെയ്ത് പോകുന്നതാണ്. മോറൽ റീസണിങ് എന്ന് പറയുമ്പോൾ അവർക്ക് ബേസ് ചെയ്തേക്കുന്ന ഒരു ഇൻഡിവിജ്വൽ റൈറ്റ്സും ജസ്റ്റിസും ഉണ്ട്. അതനുസരിച്ചാണ് അവർ പോകുന്നത്. കോൾബർഗിൻ്റെ കോൾബർഗ് ഈ ലെവലിനെ എടുക്കുന്നത് മോറൽ റീസണിങ് ആയിട്ടാണ് മെയിനായിട്ടും നോക്കുന്നത്. Only 10 to 15% are capable of the kind of abstract thinking necessary for stage 5 or 6. That is to say, most people take their moral views from those around them and only a minority think through the ethical principle for themselves. അവരുടേതായ കാര്യത്തിൽ ചിന്തിക്കുന്നത് വളരെ കുറച്ച് മാത്രമായിരിക്കും. ഏറ്റവും കൂടുതലും ചിന്തിക്കുന്നത് മോറൽ വ്യൂസിൽ ആണ് കൂടുതലും ചിന്തിക്കുന്നത് എത്തിക്കൽ പ്രിൻസിപ്പിളിനേക്കാളും. 2 സ്റ്റേജസ് അവിടെയുണ്ട്. സോഷ്യൽ കോൺട്രാക്റ്റ് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സ്. The child or individual become aware that while rules or laws might exist for good of the greatest number, there are times when they will work against the interest of particular individuals. Universal principles. People at this stage have developed their own set of moral guidelines which may or may not fit the law. These principles apply to everyone. Next is Gilgan's theory. Carol Gilgan എന്ന് പറയുന്ന പുള്ളിയാണ് ഈ ഗിൽഗൻസ് തിയറി പ്രപ്പോസ് ചെയ്തത്. കാരൽ ഗിൽഗൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കോൾബർഗ് തിയറി ഒരു മെയിൽ തിങ്കിങ് പ്രോസസ്സാണ്. അത് പുള്ളി കൂടുതലും ചോദിച്ചത് ആണുങ്ങളോടാണ് കൂടുതലും ചോദിച്ചത്. അപ്പം അത് ഒരിക്കലും ഒരു നല്ലൊരു രീതിയിലൊരു ഗ്രാഫ് നമുക്കവിടെ കിട്ടത്തില്ല. അപ്പം കോൾബർഗ് വുമൻസിനും മെൻസിനും ഒരുപോലെ കൊടുത്തിട്ടാണ് അവർക്കൊരു അഭിപ്രായം കൊടുത്തിട്ടാണ് Gilgan's theory കൊണ്ടുവന്നിരിക്കുന്നത്. According to Gilgan, Kohlberg seemed to have studied only privileged men and boys. She believing that women face a lot of psychological challenges and they are not moral widgets. The woman's point of view on moral development involving caring which shows its effect on human relationship. വുമൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ കെയറിങ്ങിനും അവർ ഹ്യൂമൻ റിലേഷൻഷിപ്പിനും കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷീ പ്രപ്പോസ്ഡ് എ തിയറി വിച്ച് ഹാസ് ദ സെയിം 3 stages ഓഫ് കോൾബർഗ് ബട്ട് വിത്ത് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ്. അവരും കൊടുക്കുന്നുണ്ട് 3 ലെവല് ഇതുപോലെ തന്നെ പ്രീ കൺവെൻഷണൽ കൺവെൻഷണൽ എന്ന് പറഞ്ഞ്. പക്ഷേ മോറൽ ഡെവലപ്മെൻറ്റിൽ സ്റ്റേജ് വ്യത്യാസം വരുന്നുണ്ട്. പ്രീ കൺവെൻഷണൽ ലെവൽ. എ പേഴ്സൺ ഇൻ ദിസ് സ്റ്റേജ് കെയർസ് ഫോർ വൺസെൽഫ് ടു എൻഷുർ സർവൈവൽ. അവർക്ക് വേണ്ടി തന്നെ അവർക്ക് വേണ്ടി തന്നെ അവരെ തന്നെ അവർ കെയർ ചെയ്യുന്നു.
അവരുടെ സർവൈവലിന് വേണ്ടി. So the person's attitude is selfish. This is the transition phase where the person finds a connection between oneself and others. പ്രീ കൺവെൻഷണൽ ലെവൽസിൽ അവർ വളരെ സെൽഫിഷാണ്. അവരുടെ കയ്യിരിക്കുന്ന സാധനം ഒരാൾക്കും കൊടുക്കത്തില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്വഭാവം ഉണ്ടല്ലോ കൊച്ചുങ്ങൾ. അങ്ങനെ അവർ കുറച്ച് കഴിഞ്ഞേ ഉള്ളൂ അവർക്ക് മറ്റുള്ളവരുമായിട്ടുള്ളൊരു കണക്ഷൻ അവർക്കുണ്ടാകത്തുള്ളൂ. കൺവെൻഷണൽ ലെവൽ എന്ന് പറയുന്നത് പേഴ്സൺ ഫീൽസ് റെസ്പോൺസിബിൾ ആൻഡ് ഷോ കെയർ ടുവേർഡ്സ് അതർ പീപ്പിൾ. മറ്റുള്ളവരോട് ഒരു സഹാനുഭൂതി, അവരോട് ഒരു കെയർ ഒക്കെ, ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉണ്ടാകുന്നത് കൺവെൻഷണൽ ലെവലിലാണ്. കാരൽ ഗിൽഗൻ ബിലീവ്സ് ദാറ്റ് മോറൽ തിങ്കിങ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ഇൻ ദ റോൾ ഓഫ് എ മദർ ആൻഡ് എ വൈഫ്. മോറൽ തിങ്കിങ് കൂടുതലും ഒരു അമ്മയുടെ സ്ഥാനത്തും ഒരു ഭാര്യയുടെ സ്ഥാനത്തുമാണ് കൂടുതലും നമുക്ക് കാണാൻ പറ്റുന്നതെന്നാണ് കാരൽ ഗിൽഗൻ വിശ്വസിക്കുന്നത്. ദിസ് സംടൈംസ് ലീഡ് ടു ദ ഇഗ്നോറൻസ് ഓഫ് ദ സെൽഫ്. അവർ ചിലപ്പം അവരെ കാണുന്നതിനേക്കാളും കൂടുതൽ അവർ മറ്റുള്ളവരെ അവർ സഹായിക്കാൻ നോക്കും. പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ. ദിസ് ഇസ് ദ സ്റ്റേജ് വെയർ ദ പ്രിൻസിപ്പിൾ ഓഫ് കെയർ ഫോർ സെൽഫ് ആസ് വെൽ ആസ് അതേഴ്സ് ഈസ് അക്സെപ്റ്റഡ്. അവർക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ഒരുപോലെ സഹായം ചെയ്യുന്നതാണ് പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ. ഹവർ എ സെക്ഷൻ ഓഫ് പീപ്പിൾ മേ നെവർ റീച്ച് ദ ലെവൽ. പലരും ഈ ഒരു ലെവലിൽ എത്താറില്ല. നെക്സ്റ്റ് ഈസ് കെയർ ബേസ്ഡ് മൊറാലിറ്റി. ഇറ്റ് ഈസ് ദ കൈൻഡ് ഓഫ് തിങ്കിങ് ഫൗണ്ട് ഇൻ വുമൺ. ദിസ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് principles. More emphasis is given to the interconnected relationship. Acting justly focuses on avoidance of violence. Women with this are usually interested in helping others. More common in girls because of their connections to their mothers. Because girls remain connected to their mothers, they are less inclined to worry about the issues of fairness. Next is justice-based morality. Justice is the kind of thinking found in men. This is based on the following principles. They view the world as being composed of autonomous individuals who interact with one another. Acting justly means avoiding inequalities. Individuals with this are usually interested in protecting the individuality. Next is a group of moles give shelter to a porcupine, but they are being continuously stabbed by the porcupine's quills. Now what should they do? In the pre-conventional level of thinking states that to think for the good of oneself, either the moles or a porcupine only can live there. The other has to leave the place. Conventional level ചിന്തിക്കുകയാണെങ്കിൽ which brings a transition from self to good of others and which might even lead to sacrifice. Either the moles or porcupine has to sacrifice, and again this leads to a stage where only moles or porcupine can live in the burrow. Post-conventional level എന്ന് പറയുമ്പോൾ states that the good of both the parties has to be considered. Both the moles and porcupine come to an agreement that both will have a separate place in the same burrow. സെയിം ബുറോയിൽ തന്നെ രണ്ടുപേർക്കും നമുക്ക് കിടക്കാമെന്ന് ചിന്തിക്കുന്നതാണ് പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ. കൺവെൻഷണൽ ലെവലിൽ അവരൊരു ട്രാൻസിഷൻ അവർ ചിന്തിക്കുന്നുണ്ട് ഫ്രം സെൽഫ് ടു ഗുഡ് ഓഫ് അതേഴ്സ് ആൻഡ് വിച്ച് മൈറ്റ് ഈവൻ ലീഡ് ടു ദ സാക്രിഫൈസ്. ഒരാൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ അവർ തയ്യാറാണ്. പ്രീ കൺവെൻഷണൽ ലെവലിൽ അവരവരുടേതായ അവർക്ക് വേണ്ടി മാത്രമേ അവർ നിൽക്കത്തുള്ളൂ. ജസ്റ്റിസ് ബേസ്ഡ് പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ദ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം ഈസ് വ്യൂഡ് ആസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ടു ഇൻഡിവിജ്വൽ ഗ്രൂപ്പ്. Only one of them can have the property. Either moles or porcupines will get the place in the bureau. Hence, the solution to the dilemma is not a resolution of conflict, it's a verdict. രണ്ടു പേർക്കും അവകാശമുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ടു പേർക്കും അതിനകത്ത് നമുക്കൊരു ഉത്തരം നമുക്ക് എടുക്കാൻ പറ്റാത്ത വരുന്നതിൻ്റെ അവസ്ഥേനെയാണ് വെർഡിക്റ്റ് എന്ന് പറയുന്നത്. കെയർ ബേസ്ഡ് പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ ദ പ്രോബ്ലം ഈസ് വ്യൂഡ് ആസ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഫേസ്ഡ് ബൈ ബോത്ത് ദ പാർട്ടീസ് ടുഗദർ. രണ്ടുപേരും ഒരുമിച്ചത് കാണുമ്പോൾ അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്, ഫേസാണ്. Rather than a fight between both of them. Hence, the solution is sought in a way around the problem or to remove the problem completely. ആ പ്രോബ്ലം മൊത്തത്തിൽ കളയാനോ അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സൊല്യൂഷൻ മേ സൗണ്ട് കോംപ്രമൈസിങ് ബട്ട് നോട്ട് ഡാമേജിങ്. കോംപ്രമൈസിങ് ആയിരിക്കണം, ഒരിക്കലും അത് തകർച്ചയ്ക്ക് കാരണമാവാൻ പാടില്ല. അതാണ് കിൽബർ. അടുത്തത് കൺസെൻസസ് ആൻഡ് കോൺട്രവേഴ്സി. കൺസെൻസസ് എന്ന് പറയുന്നത് ഒരു എഗ്രിമെൻ്റ് ആണ്. കോൺട്രവേഴ്സി എന്ന് പറയുന്നത് ഒരു ഡിസഗ്രിമെൻ്റ് ആണ്. When an individual exercises moral autonomy, he may not be able to attain the same result as other people obtain in practicing their moral autonomy. Here there might be some difference in the practical applications of moral autonomy. This kind of controversies are inevitable. ഇപ്പോൾ മോറൽ ഓട്ടോണമിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ
അവർക്ക് കിട്ടുന്ന ഒരു ആൻസർ ആയിരിക്കില്ല മറ്റുള്ളവർക്ക് കിട്ടുന്നത്. കാരണം മോറൽ ഓട്ടോണമി എന്ന് പറയുമ്പോൾ അവർ തന്നെ അവരുടെ മോറൽസും അവരുടെ എത്തിക്സും വെച്ച് അവരുടെ ബിലീഫ്സ് അനുസരിച്ച് അവരെടുത്തതാണ്. അപ്പോൾ അതൊരിക്കലും ഒരു ക്ലിയർ കട്ടായിട്ടുള്ളൊരു സൊല്യൂഷൻ അല്ല ഒരു പ്രോബ്ലത്തിന്. സോ ദ മോറൽ ഡിസഗ്രിമെൻറ്റ് ആർ നാച്ചുറൽ ആൻഡ് കോമൺ. അപ്പം ഡിസഗ്രിമെൻ്റ് ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമുക്ക് ടോളറൻസ് നമുക്ക് വേണം. എമംഗ് ദ ഇൻഡിവിജ്വൽസ് വിത്ത് ഓട്ടോണമസ് റീസണബിൾ ആൻഡ് റെസ്പോൺസിബിൾ തിങ്കിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കിതിൽ നിന്നും കടക്കാൻ പറ്റത്തുള്ളൂ. According to the principle of tolerance, the objective of teaching and studying engineering ethics is to discover the ways of promoting tolerance in the exercise of moral autonomy by engineers. The goal of teaching engineering ethics എന്ന് പറയുന്നത് not merely producing always an unanimous moral conformity. It is about finding the proper ways and means for promoting tolerance in the practical applications of moral autonomy by engineers. In a way, the goal of courses on engineering ethics and goals of responsible engineering have some similarities. Both situations require the need for some consensus regarding the role of authority. നെക്സ്റ്റ് ഈസ് പ്രൊഫഷൻ ആൻഡ് പ്രൊഫഷണലിസം. അതനുസരിച്ച് സിലബസിൽ ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. പ്രൊഫഷൻസ് എന്ന് പറയുന്നത് ഒരു ഒക്യുപ്പേഷനാണ്, അല്ലെങ്കിൽ ഒരു ജോബാണ്. അത് അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി, അവർക്ക് ജീവിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന കാര്യം. അതിന് പ്രൊഫഷനകത്ത് മെയിൻ വരുന്നത് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് എക്സ്പെർട്ടൈസ്, സെൽഫ് റെഗുലേഷൻ, പബ്ലിക് ഗുഡ്. നാടിനെ എനി ഓക്കുപ്പേഷൻ സെർവ്സ് സം പബ്ലിക് ഗുഡ് ബൈ മെയിൻറ്റെയിനിങ് ഹൈ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ത്രൂ ഔട്ട് എ പ്രൊഫഷൻ. ഒരു പ്രൊഫഷനിലൂടെ അവർക്ക് കിട്ടുന്ന ഒരു ഹൈ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടല്ലോ, അതാണ് പബ്ലിക് ഗുഡ്. അതാണ് ഒരു പ്രൊഫഷണൽ എത്തിക്സിൻ്റെ പാർട്ടാണ് ഒരു ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത്. സെൽഫ് റെഗുലേഷൻ എന്ന് പറയുമ്പോൾ an organization that provides a profession plays a major role in setting standards for the admission to the profession. അഡ്വാൻസ്ഡ് എക്സ്പെർട്ടൈസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടു ഹാവ് സൗണ്ട് നോളജ് ഇൻ ബോത്ത് ടെക്നിക്കൽ ആസ്പെക്ട്സ് ആൻഡ് ലിബറൽ ആർട്സ്. വാട്ട് ഈസ് പ്രൊഫഷണൽസ്? Professionals എന്ന് പറയുന്നത് എ പേഴ്സൺ ഹു ഈസ് പെയ്ഡ് ഫോർ ഗെറ്റിംഗ് ഇൻവോൾവ് ഇൻ എ പർട്ടിക്കുലർ പ്രൊഫഷൻ ഇൻ ഓർഡർ ടു ഏൺ എ ലിവിങ് ആസ് വെൽ ആസ് ടു സാറ്റിസ്ഫൈ ദ ലോസ് ഓഫ് ദാറ്റ് പ്രൊഫഷൻ ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ആസ് പ്രൊഫഷണൽ. ഒരാൾ അയാൾക്ക് ജീവിക്കാൻ വേണ്ടി അയാളൊരു മാർഗം കണ്ടെത്തുന്നു. ആ പ്രൊഫഷനിൽ അയാൾ ദിവസം ഒക്കെ അനുസരിച്ച് പോകുന്ന ഒരാളാണ് പ്രൊഫഷണൽ. മോഡൽസ് ഉണ്ട്. പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ എഞ്ചിനീയർ ഹു ഈസ് എ പ്രൊഫഷണൽ ഹാസ് സം ടാസ്ക് ടു പെർഫോം ബൈ വിച്ച് ഹി ആക്ട്സ് ആസ് എനി of the following can be termed as models of professional engineers. സേവിയർ എന്ന് പറയുമ്പോൾ എ പേഴ്സൺ ഹു സേവ് സമ്മൺ. ഒരു ആപത്ഘട്ടത്തിൽ നിന്നും ഒരാളെ സേവ് ചെയ്യുന്നതാണ് സേവിയർ. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു കമ്പനീനെ രക്ഷിക്കാൻ, ഒരു ടെക്നിക്കൽ ഡേഞ്ചറിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുന്നതാണ് സേവിയർ. ഗാർഡിയൻ, എ പേഴ്സൺ ഹു നോസ് ദ ഡയറക്ഷൻ ടുവേർഡ്സ് എ ബെറ്റർ ഫ്യൂച്ചർ, ഹു നോസ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദർ ഈസ് എ സ്കോപ്പ് ഫോർ ദ ടെക്നോളജി. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഇതിൽ നിന്നും അടുത്തൊരു നെക്സ്റ്റ് ലെവലിലേക്ക് ചിന്തിക്കാൻ പറ്റുന്ന ആ ഒരു ഇതിനെയാണ് ഒരു ടെക്നോളജിയിലാണെങ്കിൽ അതിൻ്റെ അടുത്ത സ്കോപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ബെറ്റർ ഫ്യൂച്ചർ ചിന്തിക്കാൻ പറ്റുന്ന ഒരാളാണ് ഗാർഡിയൻ. നമുക്ക് എപ്പോഴും ഒരു രീതിയിൽ തന്നെ നയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പണ്ട് BSNLൻ്റെ ഫോണായിരുന്നപ്പോൾ എല്ലാവരും നോക്കിയ ഫോണായിരുന്നപ്പോൾ ആരും വിചാരിച്ച ഒരു കാര്യമല്ല നോക്കിയനെ പൊട്ടിക്കാൻ ഇനി അടുത്തൊരു കമ്പനി വരുന്നു. അത് കഴിഞ്ഞപ്പോൾ ടച്ചിൻ്റെ ഒരു ഫോൺ വന്നപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. നോക്കിയ എന്നുള്ള ഫോൺ ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും കാണുന്ന ഒരു കാര്യമായിരുന്നു നോക്കിയ ഫോൺ. പക്ഷേ ഇന്നിപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് തന്നെ മാറിപ്പോയി. അത് അവർക്ക് സംഭവിച്ച ഒരു വീഴ്ചയാണ് അവിടെ. ബ്യൂറോക്രാറ്റിക് സെർവൻറ്റ്, എ പേഴ്സൺ ഹു ഈസ് ലോയൽ ആൻഡ് ക്യാൻ സോൾവ് പ്രോബ്ലംസ് വെൻ ദേ ഒക്വർ യൂസിങ് ഹിസ് ഓൺ സ്കിൽസ് ഈസ് കോൾഡ് എ bureaucratic servant. An engineer who can be a loyal person to an organization and also who solves the technical problems on the company encounters using his special skills. പുള്ളി ആ കമ്പനിയോട് വളരെ ലോയലായിട്ട് നിൽക്കുക, അവരുടെ ടെക്നിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നിൽക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ബ്യൂറോക്രാറ്റിക്. ഇറ്റ്സ് എ ഡിസിഷൻ മേക്കിംഗ് അവരുടെ സ്കില്ലനുസരിച്ച് അതിനൊരു ഹെൽപ്പ് നടത്തുക. ഇതൊക്കെയാണ് ബ്യൂറോക്രാറ്റിക് സെർവൻറ്റിൽ പെടുന്നത്. സോഷ്യൽ സെർവൻറ്റ്, എ പേഴ്സൺ ഹൂ വർക്ക്സ് ഫോർ ദ ബെനഫിറ്റ് ഓഫ് സൊസൈറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ടു ഏൺ എ ലിവിങ് എന്ന് പറയുന്നതാണ് പ്രൊഫഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ലിവിങ്ങിന് വേണ്ടിയല്ല, അത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സ്, സെൽഫിഷ് ഇൻട്രസ്റ്റ് ഒന്നുമില്ലാതെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ഇതാണ് സോഷ്യൽ സെർവൻറ്റ് എന്ന് പറയുന്നത്. ഹി നോസ് വാട്ട് ദ എന്താണ് സൊസൈറ്റിക്ക് വേണ്ടതെന്നും
അയാൾക്കറിയാം. സോഷ്യൽ എനാബിളർ ഓർ എ കാറ്റലിസ്റ്റ്, എ പേഴ്സൺ ഹു മേക്സ് ദ സൊസൈറ്റി അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് വെൽഫെയർ ആൻഡ് വർക്ക് ടുവേർഡ്സ് ദ ബെനിഫിറ്റ് ഓഫ് ദ പീപ്പിൾ. മറ്റു മനുഷ്യരുടെ, മറ്റു സൊസൈറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകളാണ് സോഷ്യൽ കാറ്റലിസ്റ്റ്. ഗെയിം പ്ലെയർ, എ പേഴ്സൺ ഹു പ്ലേസ് എ ഗെയിം അക്കോർഡിംഗ് ടു ദ റൂൾസ് ഗിവൻ ഈസ് എ ഗെയിം പ്ലെയർ ഇൻ ജനറൽ. അത് നമുക്കറിയാം ഗെയിം പ്ലെയർ എന്താണ്. പക്ഷേ എഞ്ചിനീയറിംഗിൽ ഗെയിം പ്ലെയർ എന്ന് പറഞ്ഞാൽ എൻ എഞ്ചിനീയർ ഹു ആക്ട് ആസ് നെയ്തർ എ സെർവൻറ്റ് നോർ എ മാസ്റ്റർ ബട്ട് പ്രൊവൈഡ്സ് ഹിസ് സർവീസ് ആൻഡ് പ്ലാൻസ് ഹിസ് വർക്ക്സ് അക്കോർഡിംഗ് ടു ദ എക്കോണമിക് ഗെയിം റൂൾസ് ഇൻ എ ഗിവൻ ടൈം. നമ്മൾക്ക് തന്നിരിക്കുന്ന സമയത്തുള്ളിൽ നമ്മളെങ്ങനെ അവരുടെ റൂൾസും റെഗുലേഷൻസും അനുസരിച്ച് നമ്മളത് തീർക്കുന്നു എന്നുള്ളതാണ് ഗെയിം പ്ലെയർ എന്ന് പറയുന്നത്. മിനിമം ടൈം മിനിമം ഇൻപുട്ട്, മാക്സിമം ഔട്ട്പുട്ട്, അതൊക്കെ ഗെയിം പ്ലെയറിൽ പെടും. ദ ആർട്ട് ഓഫ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ആസ് ദ പ്രാക്ടീസ് ഓഫ് ഡൂയിങ് ദ റൈറ്റ് തിങ് നോട്ട് ബിക്കോസ് ഹൗ വൺ ഫീൽസ് ബട്ട് റിഗാർഡ്ലെസ് ഓഫ് ഹൗ വൺ ഫീൽസ്. Professionals make a profession of specific kind of activity and conduct to which they commit themselves and to which they can be expected to conform. Virtues are desirable ways of relating to other individuals, groups and organizations. Virtues involves motives, attitudes and emotions. Professional ideas and virtues. Virtues എന്നൊക്കെ പറഞ്ഞാൽ പുണ്യമാണ്. Public spirited virtues. An engineer should focus on the good of the clients and public at large, which means no harm should be done intentionally. The code of professional conduct in the field of engineering includes avoiding harm and protecting as well as promoting the public safety, health and welfare. ഒരു പബ്ലിക്കിൻ്റെ നല്ലതിന് വേണ്ടി അവരോട് നല്ലതായിട്ട് പെരുമാറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പബ്ലിക് സ്പിരിറ്റഡ് വെർച്യൂസിൽ പെടുന്നത്. പ്രൊഫിഷ്യൻസി വെർച്യൂസ്, നമുക്ക് തന്നെ ഒരു പ്രാവീണ്യം ഉണ്ടല്ലോ ഒരു കാര്യത്തിൽ. ഇപ്പോൾ മോറൽ വാല്യൂസ് ദാറ്റ് ഇൻക്ലൂഡ് ദിസ് വെർച്യൂ ആർ കോമ്പറ്റൻസ് ആൻഡ് ഡിലിജൻസ്. കോമ്പറ്റൻസ് എന്ന് പറഞ്ഞാൽ ബീയിങ് സക്സസ്ഫുൾ ഇൻ ദ ജോബ് ബീയിങ് ഡൺ, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ സക്സസ് ആവുക. ഡിലിജൻസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് ജോബിൽ അതിനെ കെയർ ചെയ്യുക, അതിന് ഡേഞ്ചറിൽ നിന്നും അലേർട്ട്നെസ് കൊടുക്കുക, അങ്ങനെയുള്ളതൊക്കെയാണ് ഡിലിജൻസ്. ക്രിയേറ്റിവിറ്റി ഷുഡ് ബി പ്രസൻറ്റ് ഇൻ അക്കംപ്ലിഷിംഗ് ദ സെയിം ടാസ്ക്. Teamwork virtues. It is the virtues represent the coordination among team members, which means working successfully with other professionals. മറ്റുള്ള പ്രൊഫഷണൽസുമായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതിനാണ് ടീം വർക്ക് വെർച്യൂസ് എന്ന് പറയുന്നത്. സെൽഫ് ഗവർണൻസ് വെർച്യൂസ്. That is concerned with the moral responsibility which represents integrity and self-respect of a person. ഒരാളുടെ ഇൻറ്റഗ്രിറ്റിയും സെൽഫ് റെസ്പെക്റ്റും കൂടുതലും കൺസേൺ ചെയ്യുന്നതാണ് സെൽഫ് ഗവർണൻസ് വെർച്യൂസ്. അപ്പോൾ ഇതായിരുന്നു. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.